ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ ഒരു ടെമ്പിൾ ഡേറ്റിന് പോവാണ് ഗൈസ്. നമ്മൾ പിന്നെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ അമ്പലം. പക്ഷെ നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി മടിയാണ്. നമ്മൾ എന്നും രാവിലെ കോളേജിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും ഈ അമ്പലത്തിൻ്റെ അകത്തൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഭയങ്കര മടിയാണ്. ഇന്ന് ചെന്നപ്പോൾ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി വെളിയിലിറങ്ങി ഇങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഇങ്ങനെ അമ്പലത്തിൽ ചെല്ലുമ്പം, അവിടുത്തെ പാട്ട് ബഹളം അത് ഇത് അതൊക്കെ കഴിഞ്ഞ് ആർക്കൊക്കെയോ ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ നമുക്ക് അവിടെ 2-3 അമ്പലമുണ്ട്. അവിടെ എന്തോ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതെല്ലാം കണ്ടു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട്. നിലവിൽ അവിടെ 3 അമ്പലമാണുള്ളത്. അതിൻ്റെ അകത്തുള്ള അമ്പലത്തിൽ കയറി, അമ്പലത്തിലൊക്കെ കയറി തൊഴുത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എന്തോ ഭയങ്കര സമാധാനം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് DH ആയതുകൊണ്ട് നമ്മൾ DHയിലൂടെ പോകണമല്ലോ, അതങ്ങനെയാണല്ലോ. നമ്മൾ DHയിലൊക്കെ പോയി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരവിടെ എന്തൊക്കെയോ കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെ കുറേ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്ന് വിശന്ന് പണ്ടാരം അടങ്ങിയെടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു മന്തി മേടിക്കാമെന്ന്. പിന്നെ മന്തി കാത്തൊരിപ്പായി. അങ്ങനെ കുറേ നേരത്തിന് ശേഷം മന്തി കിട്ടി. കുറേ ദിവസം കൊണ്ട് കൊതിച്ച് ആ മന്തി മേടിച്ച് ആനന്ദക്കണ്ണീരാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് എല്ലാം അവിടെ കിറുങ്ങിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും സന്തോഷമായിരുന്നു. നമ്മൾ കുറേ ദിവസം ആഗ്രഹിച്ച് വേറെ പല ആവശ്യങ്ങൾക്കും വെച്ചത്. പുസ്തകം മേടിക്കാൻ വെച്ച പൈസ എടുത്തിട്ടാണ് നമ്മൾ ഈ മന്തി മേടിച്ചത്. അപ്പം ഇത്രേ ഉള്ളൂ, ബാക്കി നാളെ.